പിതാവായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഏക ദൈവം എന്ന് പറയുന്നത് നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ വളരെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. പിതാവിനെ കുറിച്ചാണ് ഏകദൈവം എന്ന് പറയുന്ന പരാമർശം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ നാസിയാൻസിലെ ഗ്രിഗറി, അതുപോലെ കൈസേരിയിലെ ബേസിൽ നിഖ്യ സുനഹദോസ് ആണ് ഈ പ്രതിഭാസം നമ്മളിൽ വാരിവിതറിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ പിതാവിൽ നിന്നും ഉണ്ടാകുന്നതാണ് പുത്രനും പരിശുദ്ധാത്മാവുമെന്നും അദ്ദേഹം പറഞ്ഞു. അതും ഗ്രിഗറി കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ബൈബിൾ എന്തു പറയുന്നു എന്നാണ്, അല്ലാതെ സാരാംശം എന്താണെന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞു പൊതുവിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ദൈവത്വം ആണെന്ന്. അത് ഗ്രിഗറി പറഞ്ഞിട്ടില്ല, ഡെനീഷിന്റെ സംഭാവനയാണ്. ഇങ്ങനെയാണ് ഓരോ വളച്ചൊടികൾ ഉണ്ടാകുന്നത്. പിതാവിന്റെയും പുത്രന്റെയും ഉറവിടവും കാരണവും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഉറവിടവും കാരണവും പിതാവാണ് എന്നതും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഉറവിടവും കാരണവും പിതാവാണ് എന്നതും വ്യക്തമായി തൃത്വോപദേശത്തിന്റെ ഭാഗമായ പരാമർശമാണ്. അതായത് എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനെന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിതാവിൽ നിന്ന് പുറപ്പെടുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തൃത്വോപദേശത്തിന്റെ ഭാഗം തന്നെയാണ്. അതിന്റെ ക്രിസ്തു വിജ്ഞാനീയം എന്ന് പറയുന്ന ഭാഗത്തിൽ ഇത് വരും. ബൈബിൾ എന്ത് പറയുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ക്രിസ്തു വിജ്ഞാനീയം ആരെഴുതിയെന്ന് മനുഷ്യൻ എഴുതിയതാണ്, അതൊന്നുമല്ല നമ്മളിവിടെ നോക്കേണ്ടത്. അത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല, അതും നമുക്ക് പൊളിച്ചെടുക്കാം, കുഴപ്പമില്ല. പറയൂ. മനുഷ്യാവതാരമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തൃത്വോപദേശത്തിന്റെ ഭാഗം തന്നെയാണ്. അതിന്റെ ക്രിസ്തു വിജ്ഞാനീയം എന്ന് പറയുന്ന ഭാഗത്തിൽ ഇത് വരും. അവിടെ യേശു ക്രിസ്തു നിത്യനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ മനുഷ്യാവതാരത്തിലൂടെ തന്നിൽ മനുഷ്യപ്രകൃതിയും താൻ ഏറ്റെടുത്തു. അതോടുകൂടി യേശു ക്രിസ്തു ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയുമുള്ള ഏക വ്യക്തിയായി നിലനിൽക്കുന്നു എന്നതാണ് തൃത്വോപദേശവുമായി ബന്ധപ്പെട്ട ക്രിസ്തു വിജ്ഞാനീയത്തിന്റെ പക്ഷം. അപ്പോൾ യേശു ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. ഇതും തൃത്വോപദേശത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ രക്ഷാകര പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പുത്രനായ യേശു ക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടവനായാണ് പ്രവർത്തിച്ചിരുന്നത്. രക്ഷാകര പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് കീഴ്പ്പെട്ടവനായി ആണ് പ്രവർത്തിച്ചിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഡെന്നിഷിന്റെ മുൻകൂർ ജാമ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മനുഷ്യാവതാര പ്രവൃത്തിയിൽ മാത്രമല്ല, രക്ഷാകര പ്രവൃത്തിയിൽ മാത്രമല്ല. 1 കൊരിന്ത്യർ 15:28 പറയുന്നു, എന്നാൽ അവനെ സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിനെ പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. ഭാവിയിലും ആദിയിലും പുത്രൻ എന്നും പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നവൻ തന്നെയാണ്. അതുകൊണ്ട് രക്ഷാകര പ്രവൃത്തിയിൽ മാത്രമായി ഒതുക്കിക്കളയാനുള്ള എന്റെ യേശുവിനെ ഒതുക്കിക്കളയരുത്. അത് തുടർന്നും ആയിരുന്നു, ഭാവിയിലാകുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15:28 വായിക്കുക. അതേപോലെ സമാനമായ അനേക ദൈവവാക്യങ്ങളുണ്ട്. യേശുവിനെ അയച്ചതാണ് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ട്. അവിടുന്ന് അയച്ചതാണ്. മനുഷ്യനാകുന്നതിന് മുമ്പാണ് അവിടുന്ന് അയച്ചത്. അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലിയവനോ ചെറിയവനോ, അതൊക്കെ യേശു തന്നെ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ സംബന്ധിച്ച ഏറ്റവും വ്യക്തമായ ഒരു പരാമർശം ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. വളരെ വ്യക്തമായ ദൈവജനം പറയുകയാണ്, അവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അപ്പൊ ഇവിടെ 2ാമത് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവരൂപത്തിലിരിക്കെ എന്നോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ പിതാവിനോട് സമത്വമുള്ള ദൈവമായി നിത്യതയിൽ ഇരുന്നവനാണ് യേശു ക്രിസ്തു. പിതാവിനോട് സമത്വമുള്ള ദൈവത്വമുള്ളവനായി ഇരുന്നവനാണ് കർത്താവായി യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്നത് പിതാവിന്റെ അതേ ദൈവത്വമാണെന്ന് ഈ വാക്യത്തിലൂടെ വളരെ വളരെ വ്യക്തമായി തെളിയുകയാണ്. ഇനിയും യേശു ക്രിസ്തുവിനെ കുറിച്ച് കൊളോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഒരു സൃഷ്ടിക്കും ദൈവത്തിന്റെ പ്രതിമയാണെന്ന് അവകാശപ്പെടുവാൻ
ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന് അത് സാധിക്കും. കാരണം അവനിൽ ഉള്ള ദൈവത്വം പിതാവിന്റെ അതേ ദൈവത്വമാണ്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സമ്പൂർണതയും എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ളതൊന്നും യേശുക്രിസ്തുവിൽ ഇല്ലാതെയില്ല. ദൈവത്തിനുള്ള സകല സമ്പൂർണതയും കർത്താവ് യേശുക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു. അപ്പൊ ഫിലിപ്പിൽ ലേഖനം പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ദൈവത്വം പിതാവിന്റെ ദൈവത്വത്തോട് സമത്വമുള്ളതാണ്. അതേ ദൈവത്വം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ അതേ ദൈവത്വം. യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാവുന്ന ഒരു കാര്യം, മറ്റൊരു തെളിവുകളും പരാമർശിക്കാതെ തന്നെ ഈ വാക്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി ദൈവജനം പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ ദൈവത്വം പിതാവിന്റെ അതേ ദൈവത്വമാണ്. ബൈബിൾ എങ്ങനെ വിദഗ്ധമായി വളച്ചൊടിക്കാമെന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഡെനീഷ് ബ്രദർ ഇപ്പൊ ചെയ്തത്. കൊളോസ്യ ലേഖനത്തില് തുടങ്ങുന്നത് തന്നെ 3-ാം വാക്യം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ് 3-ാം വാക്യം. ഇനി അദ്ദേഹം പറഞ്ഞ 6-ാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം വെടിഞ്ഞ് മനുഷ്യന്റെ രൂപത്തിൽ ദാസവേഷം സ്വീകരിച്ചു എന്നാണ്. ആ രൂപത്തിലുള്ള സമാനത സമത്വമാണ് പറയുന്നത്. ആത്മീയ രൂപം ആയിരുന്ന യേശു ജഡരൂപം സ്വീകരിച്ചു എന്നാണ് അവിടെ പറയുന്നത്, വ്യക്തമായി പറയുന്നു. അല്ലെങ്കിൽ അവിടെ രൂപം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി ദൈവരൂപത്തിൽ ഇരുന്നപ്പോൾ ദൈവത്തോട് സമനായിരുന്നുവെങ്കിൽ ജഡരൂപത്തിൽ വന്നപ്പോൾ നമുക്ക് സമനായിരുന്നു. ഒരു സഹോദരി, ഈ ഡിനീഷിന്റെയൊക്കെ ഈർവാണം കേട്ടിട്ടാണെന്ന് തോന്നുന്നു, സെലിൻ ജോൺ എന്ന് പറയുന്നതും അതുപോലെയുള്ള കുറെ ആൾക്കാർ പറഞ്ഞു, യേശുക്രിസ്തു ജഡത്തിലായിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു അതേപോലെ തന്നെയാണ് അവരും എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് പല ദുഷിച്ച പഠിപ്പിക്കലുകളും വരുന്നത്. ഇനി കൊളോസ്യ ലേഖനം 9-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണത എന്നുള്ളത് തികച്ചും തെറ്റായ ഒരു പരിഭാഷയാണ്, ഒരു പഠിപ്പിക്കലാണ്. അത് തികച്ചും ദൈവദൂഷണവുമാണ്. ബൈബിളിൽ അങ്ങനെയില്ല. ദൈവത്വത്തിന്റെ സകല സമ്പൂർണതയും അഥവാ ദിവ്യത്വത്തിന്റെ സകല സമ്പൂർണതയും എന്നാണ് അവിടെ, ഡയറ്റി എന്നാണ് ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഗ്രീക്കിലോ ഇംഗ്ലീഷിലോ അവിടെ ഗോഡെന്നോ ഒരു പദമേ ഇല്ല. ഡയറ്റി എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ഈ വളച്ചൊടിക്കൽ എന്ന് പറയുന്നത്. അപ്പം ദൈവത്വത്തിന്റെ സകല സമ്പൂർണതയും യേശുവിൽ മൂർത്തിഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജഡത്തിൽ ദൈവത്വം എന്തുമാത്രം മാക്സിമം ആകാമോ അത്രയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ദൈവത്തിന്റെ സകല സമ്പൂർണതയും അല്ല. അതൊക്കെ സാത്താനികമായ വളച്ചൊടിക്കലാണ്. ഇനി ഈ കൊളോസ്യ ലേഖനം എഴുതിയ പൗലോസ് തന്നെ എവിടെയോ ഒരു 25-ൽ കൂടുതൽ പ്രാവശ്യം ഞാൻ പറയാം, ഈ ലേഖനത്തിൽ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി എന്ന് പറയുന്നു. ഏതായാലും യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴല്ല ഈ പൗലോസ് ഈ ലേഖനം എഴുതിയത്. സ്വർഗാരോഹണമൊക്കെ ചെയ്ത് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോഴും പൗലോസിന് തെറ്റുപറ്റുമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി എന്നെ അദ്ദേഹം ഒരു 25 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പറയുന്നത്. സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കൊളോസ്യ ലേഖനം 1:14 പറയുകയാണ്. ആ പദങ്ങൾ തമ്മിലുള്ള സാദൃശ്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവിടെ പറയുകയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലവും, ശ്രദ്ധിക്കണമേ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലവും എന്ന് പറയുമ്പോൾ അത് കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടമെന്ന് പൗലോസ്ലീഹ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് സകലവും എല്ലാം എന്നൊക്കെ കേൾക്കുമ്പം അത് എല്ലാം കൊടുത്ത പിതാവ് ഒഴികെ സ്പഷ്ടം, അത് നിങ്ങൾ മറച്ചുപിടിക്കുവാൻ ശ്രമിക്കുന്നു. അത് സാത്താനികമായ ഒരു മറച്ചുപിടിക്കലാണ്. ഇനി രണ്ടാമത് എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്നു. പിതാവ് സൃഷ്ടിച്ചതായിട്ടും പുത്രൻ സൃഷ്ടിച്ചതായിട്ടും അനേക കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനർത്ഥം ഇവര് രണ്ടുപേരും ഒരാളാണെന്നല്ല. ഉദാഹരണത്തിന് താജ്മഹൽ നിർമ്മിച്ചത് ആരാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ
ഷാജഹാൻ എന്നല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ശരിയാകില്ല. പരീക്ഷയിലാണെങ്കിൽ അത് മാർക്കും കിട്ടത്തില്ല. യഥാർത്ഥത്തിൽ ഷാജഹാൻ അവിടുത്തെ ഒരു കല്ലെങ്കിലും എടുത്ത് താജ്മഹൽ പണിയാൻ വെച്ചോ? ഇല്ല. യഥാർത്ഥത്തിൽ ഉസ്മാൻ ഈസ എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ പ്രമുഖ ശില്പി. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടിയിട്ട് സകലതും ചെയ്ത വിദഗ്ധനായ ഒരു പണിക്കാരനാണ് യേശുക്രിസ്തു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും യേശു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും അവർ ഒരാളാണെന്നല്ല, രണ്ടും തെറ്റില്ല. ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഉസ്മാൻ ഈസ താജ്മഹൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് പറയുന്നത് പോലെ. പക്ഷേ നമ്മൾ അറിയുന്നത് ഷാജഹാൻ ഉണ്ടാക്കിയെന്നാണ്. അറിവുള്ളവർക്കറിയാം ഉസ്മാൻ ഈസയാണ് പണിക്കാരുമാണ് അത് ഉണ്ടാക്കിയെന്ന്. എന്ന് പറഞ്ഞ പോലെ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ദൈവത്തിന് വേണ്ടിയിട്ട് പുത്രനായ യേശുക്രിസ്തുവാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നതാണ് ബൈബിളിൽ നിന്നുള്ള നമുക്ക് മനസ്സിലാകുന്നത്. 6 പറയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. വെളിപ്പാട് പുസ്തകം 1:17 യേശുക്രിസ്തു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ദൈവത്തിന് ആദിയും അന്തവും ഉണ്ടോ സഹോദര? ബൈബിളിൽ പല ആദികളെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യനെ കുറിച്ചുള്ള ആദിയിൽ മനുഷ്യന്റെ ആദിയും അവസാനവും യേശുക്രിസ്തു തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതാണ് അവിടെ പറയുന്നത്. മനുഷ്യന്റെ ആദ്യവും തുടക്കവും ഒടുക്കവും അതിന്റെ ആരംഭവും അവസാനവും യേശുക്രിസ്തു തന്നെയാണ്. പിന്നെ പ്രപഞ്ചത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദിയുണ്ട്. നമ്മുടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ ഒരു ആദിയുണ്ട്. അതുകൂടാതെ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ആ ആദിയുണ്ട്. ഈ മാലാഹമാരെയൊക്കെ സൃഷ്ടിച്ച ആദി വേറെയുണ്ട്. അനേക ആദികളുണ്ട്. മനുഷ്യന് ബൈബിൾ കൊടുക്കുമ്പോൾ അവിടെ പറയുന്ന ആദി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയ മനുഷ്യന്റെ ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ ആദിയാണ്. അത് ഏത് മഹത്വമാണ് നമുക്ക് പരിശോധിക്കാം. മത്തായി സുവിശേഷം 16:27 പറയുകയാണ്, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വരും. അപ്പൊ യേശുക്രിസ്തുവിന് ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം പിതാവിന്റെ മഹത്വമാണ്. എന്നാൽ ആ മഹത്വത്തെ കുറിച്ച് വീണ്ടും മത്തായി 25:31 പറയുകയാണ്, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ. ആ തേജസ് എന്ന് അവിടെ വിവർത്തനം ചെയ്തിരിക്കുന്ന പദം മഹത്വം എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന് ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവിനോടൊപ്പം മഹത്വം ഉണ്ടായിരുന്നു. അത് പിതാവിന്റെ മഹത്വമാണ്, അത് യേശുവിന്റെ മഹത്വമാണ്. അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ അതേ മഹത്വം ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വം പിതാവിന്റെ അതേ ദൈവത്വമാണ്. അഥവാ യേശുക്രിസ്തു പിതാവുമായി സാരാംശത്തിൽ ഏകനാണ്. യേശയ്യാ പ്രവചന പുസ്തകം ദിനേഷ് ബ്രദർ പറയുന്നത് ദൈവത്തിന്റെ മഹത്വം ആർക്കും കൊടുക്കുകയില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു പുത്രന് ദൈവത്തിന്റെ മഹത്വം കൊടുത്തു, അതുകൊണ്ട് പിതാവ് പുത്രന് തുല്യനാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് തീർത്തും ദുർബലമാണ്. തീർത്തും ദുർബലമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 17:22 നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മഹത്വം യേശുക്രിസ്തുവിന്റെ ശിഷ്യർക്കും മറ്റുള്ള മനുഷ്യർക്കും കൊടുക്കുന്നു. അതുകൊണ്ട് അവർ ദൈവമാണെന്നാണോ, ദൈവത്വം ഉണ്ടെന്നാണോ? എന്താണ് ദിനേഷ് ബ്രദർ പറയുന്നത്? വാക്യം ഒന്നും കൂടി ഞാൻ പറയുന്നു. ദൈവത്തിന്റെ മഹത്വം യേശുക്രിസ്തുവിന് കിട്ടി, ആ മഹത്വം യേശുക്രിസ്തു മനുഷ്യർക്ക് കൊടുക്കുന്നു. യോഹന്നാൻ 17:22. അതേപോലെ തന്നെ പ്രധാനിയുമാണ് യേശുക്രിസ്തു ആരെയാണ് മഹത്വപ്പെടുത്തുന്നത് എപ്പോഴും. അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു, അതുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തിന് തുല്യൻ എന്ന് പറയുന്ന ദിനേഷ് ബ്രദർ പറയണം, യേശുക്രിസ്തു തനിക്ക് കിട്ടിയ മഹത്വം മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ മനുഷ്യരും ദൈവത്തിന് തുല്യനാണോ എന്നുള്ളത് പറയണം. അത് കാണാതെ പോകരുത്. യോഹന്നാൻ 17:12-13 വാക്യങ്ങളിൽ ദൈവം പറയുകയാണ്, ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. ഇതും തന്റെ ഏകത്വത്തെ തെളിയിക്കുന്ന അവകാശവാദമാണ്. എബ്രായ ലേഖനം 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ദിനേഷ് ബ്രദർ അനന്യൻ തന്നെയാണ്. ദിനേഷ് ബ്രദറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ദിനേഷ് ബ്രദർ മറ്റൊരു മനുഷ്യനായി മാറുന്നുണ്ടോ? ഞാനും അനന്യൻ തന്നെയാണ്. നമ്മൾ എന്താ ആണോ അത് എന്നും നമ്മൾ തന്നെ ആയിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. എനിക്ക് ദിനേഷ് ബ്രദർ ആകാനോ, ദിനേഷ് ബ്രദറിന് ഞാനാകാനോ, എനിക്കൊരു കുരങ്ങാകാനോ പറ്റത്തില്ല. യേശുക്രിസ്തു സർവശക്തനാകുന്നു. കാരണം എബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുകയാണ്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. ഇത് യേശുക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തിയാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നത് യേശുക്രിസ്തുവാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കണമെങ്കിൽ യേശുക്രിസ്തു സർവശക്തനാണ്. അപ്പോൾ തീർത്തും ദുർബലം. സകലത്തെയും തന്റെ വചനത്താൽ വഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തൻ എന്ന് അവിടെ യാതൊരു അർത്ഥവുമില്ല. ഇതൊക്കെ ചുമ്മാ നമ്മൾ ഇല്ലാത്ത
വ്യാജം പറഞ്ഞ് അല്ല നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടത്. യേശുക്രിസ്തു സൃഷ്ടിതാവാണ്, യേശുക്രിസ്തു ആദ്യനും അന്ത്യനുമാണ്, യേശുക്രിസ്തു അനന്യനാണ്, യേശുക്രിസ്തു സർവശക്തനാണ്, ദൈവം നിത്യനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവം നിത്യനാണെന്നുള്ള ദൈവത്വത്തിന്റെ തന്നെ അവകാശവാദമാണ്. ഉദാഹരണമായി ആവർത്തന പുസ്തകം 32-ാം അധ്യായം 40 മുതൽ 41 വാക്യങ്ങളിൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം പറയാണ് നിത്യനായിരിക്കുന്ന എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റു ദൈവങ്ങളുമായുള്ള താരതമ്യത്തിലാണ് യഹോവയായ ദൈവം പറയുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ്. അപ്പം മറ്റു ദൈവങ്ങൾ ഉണ്ടെന്ന് അങ്ങ് സമ്മതിച്ചു. അപ്പം മറ്റ് ദൈവങ്ങളില്ല എന്നാണ് പല മനുഷ്യരും പറയുന്നത്. അപ്പം ദൈവങ്ങൾ അത് തന്നെ നല്ലൊരു തുടക്കമാണ്. മറ്റ് അനേക ദൈവങ്ങൾ ഉണ്ട് എന്നുള്ള ആ മനസ്സിലാക്കൽ നല്ലൊരു തുടക്കമാണ്. നമുക്ക് കേൾക്കാം ബാക്കി എന്താണ് അദ്ദേഹം. ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായും തന്നെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായും തന്നെ എന്നതിന്റെ വ്യക്തമായ അർത്ഥം അവന്റെ വരവ് അല്ലെങ്കിൽ അവന്റെ ഗോയിങ് ഫോർത്ത്, അവന്റെ പുറപ്പെടൽ നിത്യമാണ്. എന്റെ സാറേ, ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവും എന്ന് പറഞ്ഞാൽ നിത്യത എന്ന് പറയണമെങ്കിൽ അത് അസാമാന്യ വിവരക്കേട് തന്നെ ഉള്ളവർക്കേ ഉള്ളത് പറയാൻ പറ്റത്തുള്ളൂ. എന്നാണ്, അഥവാ നിത്യതയുടെ നാളുകൾക്കുള്ളിൽ തന്നെ ഉള്ളത്, അഥവാ ഈ വരുന്ന മെസ്സിഹ നിത്യനാണ് എന്ന് മിക്ക പ്രവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, വചനങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ. ഉത്ഭവവും പുരാതനവും പണ്ടേ ഉള്ളതുമാണെന്ന് പറയുമ്പം നിത്യനാണെന്നാണ് അവര് പറഞ്ഞുണ്ടാക്കുന്നത്. എത്ര ദൈവദൂഷണമാണ് അദ്ദേഹം പറയുന്നത്. ഓരോ ആൾവിധ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടൈമിംഗ് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. മൊത്തം 20 മിനിറ്റ്, രണ്ടുപേർക്കും കൂടി 20 മിനിറ്റ് ആണ്. അതിൽ ആദ്യം പ്രസംഗിച്ചതായ ലിനുക്കജൻ പാസ്റ്ററാണ്. രണ്ടാമത് പ്രസംഗിച്ച സെബാസ്റ്റ്യൻ പാസ്റ്ററിന്റെ ബ്രദറിന്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും ഡൗട്ടോ അതിനകത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാകുവാനുള്ളതോ ആയ കാര്യങ്ങളെ കുറിച്ച് പരസ്പരം സംസാരിക്കാൻ വേണ്ടി ആദ്യമായി 10 മിനിറ്റ് നേരത്തേക്ക് ലിനു പാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് തികച്ചും പക്ഷാപാതപരമാണ്. ഒന്നാമത് ആദ്യം പ്രസംഗിച്ച ആളോട് വേണം ആദ്യം ചോദ്യം ചോദിക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് പ്രസംഗിച്ച ആളോട് ചോദ്യം ചോദിക്കാൻ. ഇതൊക്കെ വളരെ പ്രോഗ്രാംഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ്. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. ഇവിടെ പറഞ്ഞതനുസരിച്ച് 3 വ്യക്തികളാണെന്നാണ് താങ്കൾ പറഞ്ഞത്, ശരിയാണോ? അതെ, 3 വ്യക്തികൾ തന്നെയാണ്. പൊതുവിൽ വ്യക്തികൾ 3 പേരെന്ന് പറയുമ്പോൾ 3 തന്നെ 3 വ്യക്തികളെ തന്നെ നമുക്കതിനെ കാണാൻ കഴിയത്തില്ലേ? 3 വ്യക്തികളായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ 3 വ്യക്തികളായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, 3 വ്യക്തികളായിട്ട് കാണാൻ സാധിക്കും. 2, എന്റെ ചോദ്യം, നിക്കാ സുനദോസ് എന്ന് പറഞ്ഞല്ലോ. ുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കൂടാതെയുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തെ കൂടാതെ എന്ന് ഉദ്ദേശിച്ചുമാണ്. ദൈവം ആരാ? ദൈവം എന്ന് ഉദ്ദേശിച്ച ചോദ്യം അതല്ല. ഈ ദൂതന്മാർ സൃഷ്ടികളാണ്, അവരെ ദൈവപുത്രന്മാരെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലാണോ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നത്? യേശു ദൈവത്തിന്റെ പുത്രൻ എന്നാണ് ബൈബിൾ ഉടനീളം പറയുന്നത്. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. പക്ഷെ ആ പുത്രനെ കുറിച്ച് പിതാവ് അല്ലാതെ ആരും അറിയുന്നില്ല എന്ന് വചനം പുത്രനെ കുറിച്ച് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ദൈവം എന്തെങ്കിലും? ക്രിസ്തു സൃഷ്ടിയാണോ അല്ലയോ? വളരെ ലളിതമാണ് ചോദ്യം. അത് ഇതിന്റെ യേശു ക്രിസ്തു സൃഷ്ടിയാണോ? ലളിതമായ ചോദ്യം. അത് ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഡിനീഷിൽ നിന്നും ഒരു കോശമെടുത്ത് ഒരു പുത്രനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടിയാണോ? വാഴയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വാഴക്കുഞ്ഞ് വാഴയുടെ സൃഷ്ടിയാണെങ്കിൽ യേശുക്രിസ്തു സൃഷ്ടിയാണ്. എന്നാൽ വാഴയിൽ നിന്നുണ്ടായ കുഞ്ഞ് വാഴയുടെ സൃഷ്ടിയല്ല എങ്കിൽ യേശുക്രിസ്തുവും സൃഷ്ടിയല്ല. അതിൽ കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതാണ് നിത്യം. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. അതായത് തനിക്ക് തന്നെ തന്റെ ജീവനെ വീണ്ടും പ്രാപിക്കുവാൻ അധികാരമുണ്ട്. ഈ യേശുക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. ആ ജീവൻ പിതാവിൽ നിന്നും യേശു പ്രാപിച്ചു. ആ ജീവൻ യേശു നമുക്ക് തരുന്നു. അതിലെന്താണ് അസ്വാഭാവികത? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഉയർപ്പിന്റെ ശക്തിയുള്ളവനാണ്. അത് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ
19 മുതൽ 22 വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അത് പണിയും അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്തെ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്നത് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്തു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറയുകയാണ്, ഈ മന്ദിരം പൊളിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ കൊല്ലുക, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയും എന്ന് പറഞ്ഞാൽ പിതാവ് പണിയുമെന്നല്ല, പിതാവ് പണിതിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രയോജനപ്പെടില്ലെന്നല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തന്നെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്ന് യേശു പറയാണ്, ഞാൻ പണിയും എന്ന് പറഞ്ഞാൽ ആ ശക്തിയുടെ കേന്ദ്രമായി യേശുക്രിസ്തു, ഉയർപ്പിന്റെ ശക്തിയുടെ കേന്ദ്രമായി യേശുക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പരാമർശിക്കുമ്പോൾ ദൈവം പറയുന്നു, കൊല്ലുവാനും ജീവിപ്പിക്കുവാനും യഹോവയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തു പറയുന്നു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. ആ യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ജീവൻ നമുക്ക് തരുന്നു. അതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. ഇനി ഈ മന്ദിരം പൊളിപ്പിൻ, ഞാനത് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. ഡിനീഷ് ബ്രദർ ഒരു വീട് പണിത് കഴിഞ്ഞാൽ ഡിനീഷ് ബ്രദർ ആണോ അത് പണിയുന്നത്? പക്ഷെ പറയുന്നത് ഞാൻ വീട് പണിതെന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞ മാതിരി യേശു ഞാനത് പണിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ശക്തിയും അത് ചെയ്യുമെന്ന് തന്നെയാണ്. അതിനും അക്ഷരികമായ എന്താ അതിന് പറയുന്നത്, വ്യാഖ്യാനങ്ങളാണോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കേണ്ടത്? എന്നാൽ ദൈവം ഉയർപ്പിച്ച യേശു എന്നാണ് ബൈബിളിൽ ഈ ഒരു 200 പ്രാവശ്യത്തിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഉയർപ്പിച്ച യേശു എന്ന്. അത് നിങ്ങൾ കാണാതെ പോകുന്നു. ഞാൻ ഇത് 3 ദിവസം കൊണ്ട് പണിയുമെന്നുള്ളത് എപ്പോഴും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു. അതായത് ഞാനൊരു വീട് പണിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല പണിയുന്നത്, മറ്റുള്ളവരാണ് പണിയുന്നത് എന്ന് പറഞ്ഞ മാതിരി യേശുക്രിസ്തു ഇത് ഞാൻ പണിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പിതാവും ആ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഉപയോഗിച്ചാണ് യേശുക്രിസ്തു വരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ വെറും സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം മതിയല്ലോ. വ്യക്തമായി പറയുകയാണ്, അവൻ എനിക്ക് തന്നതിൽ ഒന്നിനെയും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. 44 വാക്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ യേശുവാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെങ്കിൽ കൊല്ലുവാനും ജീവിപ്പിക്കുവാനുള്ള അധികാരം യഹോവയ്ക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ യേശുക്രിസ്തു ഉപയോഗിക്കുന്ന ശക്തി ദൈവത്തിന്റെ അതേ ശക്തിയാണെങ്കിൽ ദൈവത്തിന്റെ അതേ ദൈവത്വമാണ് കർത്താവായ യേശുക്രിസ്തുവിനുള്ളത്. ദൈവം മൂലം യേശു ജീവിക്കുന്നു എന്ന് പറയുന്നു. ആ യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ച് ലാസറിനെ ഉയർപ്പിക്കുന്നു. മറ്റുള്ളവരെ പിതാവിന്റെ ആ ശക്തിയാൽ നമ്മളെ ഉയർപ്പിക്കുന്നു. ഇതേ ശക്തിയാൽ തന്നെ പൗലോസും പത്രോസും ഉയർപ്പിക്കുന്നു. അതുകൊണ്ട് അവർ യേശുക്രിസ്തുവിന്റെയും പിതാവിന്റെയും അതേ അളവിൽ ദൈവത്വം അവരിലും ഉണ്ടെന്ന് ദിനേഷ് ബ്രദർ പറയാതെ പറയുകയാണ്. അതൊക്കെ ദൈവദൂഷണം തന്നെയാണ് ബ്രദറെ. ഇവിടെ ഇപ്പോൾ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു നിത്യനാണ്. അങ്ങനെയാണെങ്കിൽ ജനിച്ചവൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തെക്കുറിച്ച് നമ്മൾ പ്രയോഗിക്കുന്ന പദങ്ങൾക്കെല്ലാം അർത്ഥം നമ്മുടെ മാനുഷികമായി സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഷയിൽ നിന്നല്ല കണ്ടെത്തേണ്ടത്. അത്തരത്തിലുള്ള ചിന്താഗതിയാണ് ദൈവവചന വ്യാഖ്യാനത്തിൽ തെറ്റുകൾ വരുത്തുവാനായിട്ട് പലരെയും നയിക്കുന്നത്. അത് താങ്കളുടെ സ്വന്തം അഭിപ്രായമാണ്. കാരണം ഉത്തരമില്ലാതെ വരുമ്പോൾ പറയുന്ന ഉടായ്പ് മാത്രമാണ്. ഈ താങ്കൾക്കുള്ള തിരിച്ചറിവ് ദൈവത്തിനോ യേശുവിനോ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരിതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിൽ ലളിതമായി മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഉത്തരമില്ലാതെ വരുമ്പോൾ സ്വന്തം സിദ്ധാന്തം ഉണ്ടായിട്ട് അത് പൊളിയുമ്പോൾ അത് ദൈവവചനപ്രകാരം വേറെ ഒരു രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടതെന്നുള്ള ഉടായ്പകളൊക്കെയാണ് നമ്മൾ പറഞ്ഞ് രക്ഷപ്പെടേണ്ടത്. വ്യാജം പറഞ്ഞ് യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കേണ്ട കാര്യമുണ്ടോ? യേശുക്രിസ്തു എന്തായിരിക്കുന്നു ആ മഹത്വം നമ്മൾ കൊടുക്കണം. അത് പിതാവ് കൊടുത്തിട്ടുണ്ട്, നമ്മളും കൊടുക്കണം. അല്ലാതെ വ്യാജം പറഞ്ഞല്ല നമ്മൾ യേശുക്രിസ്തുവിന് മഹത്വം ഉണ്ടാക്കേണ്ടത്. അത് പൊളിയുമ്പോൾ പിന്നെ ആദ്യത്തേതിനേക്കാൾ വേദനാജനകമായിരിക്കും. കാരണം കള്ളം എല്ലാ നാളും നിലനിൽക്കില്ല. ഭാഗമായി പുത്രൻ എപ്പോഴും കീഴ്പ്പെട്ടിരിക്കുന്നത് അപ്പൊ ചേഞ്ച് ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. കാരണം ഈ രക്ഷണീയ പ്രവർത്തിക്ക് മാത്രമാണ് കീഴ്പ്പെടിക്കും, പിന്നെ വേറൊരു സ്വഭാവം കാണിക്കുന്നത് അങ്ങനെയല്ല. അതായത് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്യുന്നത് വരെ യേശുക്രിസ്തു ദൈവരൂപത്തിലായിരുന്നു. ഇപ്പോഴും യേശുക്രിസ്തു ദൈവമാണ്. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലുള്ള ബന്ധത്തിൽ കർത്താവ് മനുഷ്യപ്രകൃതി താൻ ഏറ്റെടുത്തു. താൻ ഏറ്റെടുത്ത ഈ മനുഷ്യപ്രകൃതി, ഇനി ഒരു കാര്യം കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ബസിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. മനുഷ്യപ്രകൃതി യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനോ സ്വർഗാരോഹണത്തിനോ ശേഷം യേശുക്രിസ്തു ഉപേക്ഷിച്ചിട്ടില്ല. യേശുക്രിസ്തു നിത്യമായി
ദൈവവും മനുഷ്യനുമായിരിക്കും. ഇതാണ് തൃത്വ ഉപദേശത്തിന്റെ പഠിപ്പിക്കൽ. എന്നാൽ പലരും ചിന്തിക്കുന്നത് പോലെ മനുഷ്യനും ദൈവവുമായിരിക്കും. കാരണം നിത്യമായെന്ന് പറയാൻ കാരണം തിരുവെഴുത്തിൽ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും യേശു ക്രിസ്തു തന്റെ ശരീരം ഉപേക്ഷിക്കുമെന്ന് നമുക്ക് വ്യക്തമായ വാക്യമില്ല. എന്നാൽ പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ കീഴ്പ്പെട്ടിരിക്കുമെന്ന് വാക്യമുണ്ട്. അപ്പോൾ തന്നെ പുത്രൻ മനുഷ്യനാണ്, ഇപ്പോൾ മനുഷ്യനാണ് എന്ന വാക്യമാണ് ആ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിനും ഒരുവൻ മനുഷ്യനായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു ഇപ്പോഴും മനുഷ്യനാണ്. യേശു ക്രിസ്തു സ്വർഗാരോഹണത്തിന് ശേഷം തന്റെ മനുഷ്യത്വം ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോഴും മനുഷ്യൻ മാത്രമാണോ? അല്ല, യേശു ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. ഭൂമിയിലായിരുന്നപ്പോൾ യേശു ദൈവവും മനുഷ്യനുമായിരുന്നു. ഇപ്പോഴും യേശു ദൈവവും മനുഷ്യനുമാണ്. കാരണം യേശു ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലാണ് ഇരിക്കുന്നത്. അനുവദിച്ച ആദ്യത്തെ ഒരു മിനിറ്റ്. യേശുക്രിസ്തു ഇപ്പോഴും മനുഷ്യനും ദൈവവുമാണ് എന്നുള്ള വാദം നമുക്ക് ഭാഗികമായി അംഗീകരിക്കാം. പക്ഷെ പൂർണ്ണമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആദം എങ്ങനെയായിരുന്നു അതുപോലെയുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ സ്വർഗത്തിൽ പിതാവിനോടൊത്ത് പിതാവിൽ നിന്ന് വസിക്കുന്ന പുത്രനായി ജീവിക്കുന്നു എന്നതാണ് പരമമായ സത്യം ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യൂദ എഴുതിയ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുറഞ്ഞു വന്നിരിക്കുന്നു. ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏകനാഥനും നമ്മുടെ കർത്താവുമെന്നാണ്. ഏകനാഥനും കർത്താവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഏകദൈവം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ വാദം ഇല്ലാതെയാവുകയാണ്. ഇനി യൂദാലേഖനത്തിലെ എന്ത് തർജ്ജമ ചെയ്തിരിക്കുന്നതിൽ വന്ന തെറ്റാണെങ്കിലും പകർത്തി എഴുതിയപ്പോൾ വന്നിരിക്കുന്ന തെറ്റാണെങ്കിലും അതിന്റെ സംഗ്രഹം യൂദാലേഖനം 1:25 വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് എന്താണ് എഴുതിയിരിക്കുന്നതിന്റെ സംഗ്രഹമാണ് യൂദ 1:25 എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ആധിപത്യവും സർവകാലത്തിനു മുമ്പേ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. മനസ്സിലായല്ലോ? കർത്താവ് യേശുവാണ്. എന്നാൽ നമ്മുടെ ദൈവം യേശുവിന്റെയും ദൈവമായ പിതാവാണ്. അപ്പോൾ യൂദായുടെ ലേഖനം കൊണ്ട് യാതൊരു വാദവും ഇല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ബലഹീനമായ ദുർബലമായ വാദങ്ങൾ മാത്രമാണ് ഇതിനെ 3 കൊണ്ട് പാസ് ഉദ്ദേശിച്ചത്. എല്ലാ മനുഷ്യനും ദൈവം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് ഓക്കെ, ഞാൻ 3 പാസ് ഉദ്ധരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് യേശുക്രിസ്തു പറയുക ഏക സത്യ ദൈവമായ നിന്നെയും. അതായത് അവിടെ യേശുക്രിസ്തു പറഞ്ഞത് ഏക സത്യ ദൈവം പിതാവാണെന്നാണ് യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തു സത്യദൈവമല്ല എന്ന് ഫസ്റ്റ് പറയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യേശുക്രിസ്തു സത്യദൈവമാണ് എന്നുള്ളൊരു വാക്യം പറയും. ഞാൻ പറഞ്ഞല്ലോ യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 5-ാമത്തെ 1 യോഹന്നാൻ 5:20. 1 യോഹന്നാൻ 5:20 ഞാനൊന്ന് വായിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സെക്കൻഡ്. 1 യോഹന്നാൻ 5:20 പറയുന്നത് വ്യക്തമായി കേൾക്കുക. അവിടെ ഇങ്ങനെ പറയുന്നത്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അപ്പൊ ഇവിടെ രണ്ടുപേരെ കാണുന്നത്. ഒന്ന് ദൈവപുത്രൻ. ഈ ദൈവപുത്രൻ വന്നു എന്തിനാ? സത്യദൈവത്തെ അറിവാൻ. അപ്പോൾ സത്യദൈവം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവിനെയാണ്. അപ്പൊ സത്യദൈവമുണ്ട്, അവിടെ ദൈവപുത്രനുമുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ഇപ്പൊ രണ്ടുപേരാണ്, ദൈവപുത്രനും സത്യദൈവം. അടുത്ത് പറയുന്നു, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാണ്. വീണ്ടും ആ സത്യദൈവവുമുണ്ട്, അവന്റെ പുത്രനായ യേശുക്രിസ്തുവുണ്ട്. അതുപോലെ അവൻ സത്യദൈവം. ആര് ഇത്രയും നേരം സത്യദൈവം ആരെയാ പറഞ്ഞത്? പിതാവിനെയാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കാരണം വചനം പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അപ്പൊ അയച്ചവനെ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ. അപ്പൊ ഇവിടെ വചനം പറയുന്നത് യേശുക്രിസ്തു പിതാവിനെ കുറിച്ചാണ്. ഈ വചനം പറയുന്നത് പിതാവിനെ കുറിച്ചാണ്. അല്ല, കാരണം ആ വാക്യം വളരെ വ്യക്തമായി നാം വായിച്ചാൽ അവിടെ
ഇവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവിടെ രണ്ടു പേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ദൈവത്തിന്റെ പുത്രൻ എന്നും, രണ്ട് സത്യദൈവം എന്നും. ശരിയാണ്. ഓക്കെ. രണ്ടാമത് വീണ്ടും പറഞ്ഞു, ആ സത്യദൈവത്തിൽ അവന്റെ പുത്രൻ, വീണ്ടും സത്യദൈവം വരുന്നുണ്ട്, വീണ്ടും അവന്റെ പുത്രൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സത്യദൈവത്തെ കുറിച്ച് പറയുകയാണ്, അവൻ സത്യദൈവവും നിത്യജീവനും വന്നു. അത് പിതാവിനെ കുറിച്ച് തന്നെ പറയുന്നതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ സത്യദൈവവും നിത്യജീവനും എന്ന് പറയുന്നതിന് തൊട്ടു മുൻപ് ആരെ കുറിച്ചാണ്? യോഹന്നാൻ. ഈ തൊട്ട് മുമ്പുള്ളത് നമ്മൾ തർജ്ജമകളിൽ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. അതൊന്നും ഒരു പ്രശ്നമല്ല. എഴുതിയിരിക്കുന്ന ഓദർ ആരാണ്? യോഹന്നാൻ. യോഹന്നാൻ എന്താണ് പറഞ്ഞത്? യോഹന്നാൻ എഴുതിയതിന്റെ എല്ലാം ഉദ്ദേശം യേശു ദൈവപുത്രനായ യേശു ക്രിസ്തുവാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് എഴുതിയ യോഹന്നാൻ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള വ്യാഖ്യാനം ആരിൽ നിന്ന് വന്നാലും അത് സാത്താനാണ് അവരെ ഉപയോഗിക്കുന്നത് എന്ന് അസന്നിഗ്ധമായി നമുക്ക് പറയാൻ പറ്റും. കാരണം യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന, യോഹന്നാൻ എന്തെഴുതിയാലും അതെല്ലാം നമ്മളെ എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം യോഹന്നാൻ തന്നെ പറയുന്നു യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് കവിഞ്ഞുള്ള ആ വ്യാഖ്യാനം എന്ത് പ്രൂവ് ചെയ്യാനുള്ള ത്വരയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. തൃത്വോപദേശത്തെ കുറിച്ചുള്ള പാസ്റ്റിന് മനസ്സിലാക്കിയിരിക്കുന്ന ധാരണ എന്താണെന്ന് അറിയണം. രണ്ടാമത്തത് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതായിട്ടും പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആദ്യമായിട്ട് ഇപ്പൊ കാരണം യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് നമ്മുടെ ചർച്ചാ വിഷയം. എങ്കിലും അത് എത്തിച്ചെന്ന് നിൽക്കേണ്ടത് തൃത്വോപദേശത്തിലാണ്. ദൈവത്വത്തിന് ഞാൻ എതിര് പറയില്ല. കാരണം അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണ. പിതാവിന് ശരീരമുണ്ട്, ആത്മീയ ശരീരമുണ്ട്. യേശു പറഞ്ഞു ദൈവം ആത്മാവാകും. പിതാവിന് ശരീരമില്ല. യേശു പറഞ്ഞു ദൈവം ആത്മാവാകുന്നു. അത് യേശു ഇതേ ആത്മലോകത്തിൽ ആത്മാവായിരുന്ന യേശു മനുഷ്യപ്രകൃതി എടുത്തപ്പോൾ തനിക്കൊരു ശരീരമുണ്ട്. ശരീരത്തിലാണ് യേശു. യേശു എന്ന് പറയുന്നത് ശരീരത്തിൽ വന്നപ്പോഴുള്ള പേരാ. ആ യേശു ആത്മരൂപിയല്ല. ഞാൻ പറയുന്നത് കേൾക്കുക പാസ്റ്റർ. ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തു മനുഷ്യ ശരീരം എടുത്തു. പിതാവ് മനുഷ്യ ശരീരത്തിലാണോ അമർത്യനായിരിക്കുന്നത്? എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ. യേശു ക്രിസ്തു മരിച്ചു എന്ന് യേശു ക്രിസ്തു ഇപ്പോഴും മനുഷ്യനാണെന്ന് പറയുന്ന ദിനേഷ് പാസ്റ്റർ പറയുന്നു യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആത്മാവ് നമ്മൾ മരിക്കുമ്പോഴും ആത്മാവ് മരിക്കുന്നില്ല. യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു പറയുന്ന പിതാവ് എന്റെ ആത്മാവിനെ അങ്ങ് കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് പിതാവിന്റെ കയ്യിൽ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. പിന്നെ യേശു ക്രിസ്തുവിനെ അവിടെ അസ്തിത്വമില്ല. പിന്നെ പിതാവ് പുതിയ ശരീരത്തിൽ ആത്മാവിനെ പകരുമ്പോഴാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത്. അല്ലാത്തതൊക്കെ വെറും അമ്മൂമ്മ കഥകളാണ്, നമ്മുടെ സങ്കല്പങ്ങളുമാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ വായിച്ചത് അതിന്റെ 2-ാം അധ്യായത്തിൽ മഹാദൈവം എന്ന് യേശുവിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ വചനം പറയുന്നത് തീത്തോസിന്റെ ലേഖനത്തിൽ മഹാദൈവം എന്ന് യേശുവിനെ അല്ല വിളിച്ചിരിക്കുന്നത്, പിതാവായ ദൈവത്തിനെയാണ്. വ്യക്തമായി അത് ലിനു പാസ്റ്റർ ഇത് കഴിയുമ്പോൾ പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇത് ഒന്നും വിശ്വാസമില്ലെങ്കിൽ തീത്തോസ് ലേഖനം എഴുതിയത് പൗലോസ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ പൗലോസ് തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്തെ ഏക സത്യദൈവം എന്ന് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? യേശുക്രിസ്തുവിന്റെ ദൈവത്തിൽ ഏക സത്യദൈവം എന്ന് പറയുന്ന പൗലോസ് പിന്നെ ഇങ്ങനെ തിരിച്ചു പറഞ്ഞ് എഴുതുവോ? അപ്പൊ തീർച്ചയായിട്ടും അവിടെ രണ്ട് വ്യക്തികളുണ്ട് എന്നുള്ളത് വളരെ നമ്മുടെ മഹോന്നതനായ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിനെ രണ്ടുപേരെ അവിടെ കാണാൻ കഴിയുന്നു. മഹോന്നതനായ ദൈവവുമുണ്ട്, രക്ഷകനായ യേശുക്രിസ്തുവുമുണ്ട്. അപ്പൊ രണ്ടുപേരാണ് അവിടെ. അതേപോലെ തന്നെ തീത്തോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായം നോക്കൂ, അവിടെ 4-ാം വാക്യം നോക്കൂ. എന്താണ് പലപ്പോഴും യേശുക്രിസ്തുവിന്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന പൗലോസ് അവിടെ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. തീത്തോസ് 1:4 പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന്. ഇതൊന്നും വായിക്കാതെ ലേഖനത്തിന്റെ ആരംഭം വായിക്കത്തില്ല, ലേഖനത്തിന്റെ അവസാനം ഇടയ്ക്കുന്നുള്ള വാക്യങ്ങളാണ് നിങ്ങൾ മുറിച്ചുകൊണ്ടുവരുന്നത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കാരണം പിതാവ് വരം നൽകിയതാണ്. തന്നിൽ തന്നെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്വത്തിന്റെ ലക്ഷണമാണ്. ഒരു സൃഷ്ടിക്കും തന്നിൽ തന്നെ ജീവൻ ഇല്ല. എന്നാൽ പുത്രനിലുള്ളത് പിതാവിലുള്ള അതേ നിലയിൽ, പുത്രൻ പിതാവിലുള്ളത് പോലെ അതേ നിലയിൽ അതേ ജീവൻ തന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ പുത്രനിൽ തന്നെ ജീവനുണ്ട്. ആവർത്തിച്ച് യേശു പറയുന്നു പുത്രന് തന്നിൽ തന്നെ ജീവനുണ്ട്, എന്നാൽ പുത്രൻ ജീവിക്കുന്നത് പിതാവ് മൂലമാണെന്ന് പറയുന്നത്
പലരും വിഴുങ്ങുകയാണ്. അത് കാണുന്നില്ല. പിതാവ് മൂലമാണ് പുത്രൻ ജീവിക്കുന്നത് എന്ന് പുത്രൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കാതിരിക്കണമോ? യേശു ക്രിസ്തു പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. യുഗങ്ങൾക്ക് മുൻപേ നിത്യനായി പിതാവ് എന്നെല്ലാം ഉണ്ടോ അന്നെല്ലാം യേശു പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ ഉറവിടം പിതാവാണ്. ഈ നിലയിലാണ് യേശുവിന്റെ അസ്തിത്വം നിത്യമായി നിലനിൽക്കുന്നത്. നിത്യത എന്നുള്ളത് താങ്കളുടെ കൂട്ടിച്ചേർപ്പാണ്. അങ്ങനെ ഒരു ഭാഗം, ഒരു വാക്യം ബൈബിളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പറയുന്നില്ല. ഇനി നമുക്ക് നോക്കാം. യേശു പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നു, ഉത്ഭവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ യേശുവിന് ആരംഭമില്ല എന്നും നിങ്ങൾ പറയുന്നു. അതായത് യേശു സൃഷ്ടിയാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു വാഴയിൽ നിന്നും വാഴക്കുഞ്ഞുണ്ടാകുന്നത് വാഴയുടെ സൃഷ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതേ രീതിയിൽ തന്നെ എന്നാൽ തള്ളവാഴയാണോ പിള്ളവാഴ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല എന്ന് പറഞ്ഞതുപോലെ, അതേപോലെ ഒരു നമ്മുടെ DNA പ്രോസസ്സിംഗ് മൂലം ഒരു കാലത്ത് ഡിനീഷിൽ നിന്ന് ഒരു കോശമെടുത്ത് ഒരു മറ്റൊരു മനുഷ്യനെ ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിനീഷിൽ നിന്നുള്ള ഉണ്ടായ ജീവനാണത്. അത് ഡിനീഷിനാണെന്ന് പറയുന്നതോ ഡിനീഷിന് തുല്യനാണെന്ന് പറയുന്നതോ അത് സത്യത്തിന് നിരക്കുന്ന വസ്തുതയല്ല. ഇനി യേശുക്രിസ്തു പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൽ നിന്നും ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൽ നിന്നും ജനിച്ചു. അതൊരിക്കലും പിതാവാകുന്നില്ല, പിതാവിന് തുല്യനുമാകുന്നില്ല. യേശുവിന്റെ ദൈവത്വ പിതാവിന്റെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്നു. ദൈവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന സ്വാഭാവികമായി വരുന്ന കുഴപ്പം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു, ഒരു പ്രഭ പോലെ പുറപ്പെട്ടു, എന്നിൽ നിന്ന് ഈ ഒരു ശബ്ദം പുറപ്പെടുന്നത് പോലെ പുറപ്പെട്ടു എന്ന് നമുക്ക് പറയാം. എന്നിൽ നിന്ന് എന്തെല്ലാം പുറപ്പെടുന്നു, ദിനീഷിൽ നിന്ന് എന്തെല്ലാം പുറപ്പെടുന്നു, അത് ദിനീഷാകുന്നത് എങ്ങനെയാണ്? അതിന് ആരംഭമില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? പക്ഷേ ദിനീഷിൽ നിന്ന് ഒരു കോശമെടുത്ത് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദിനീഷിൽ നിന്ന് പുറപ്പെട്ടു. അത് ദിനീഷിന്റെ നിന്നും ആണ്. ദിനീഷിന്റെ അതേ ക്വാളിറ്റികളും ചിലപ്പോൾ കാണും, ചില ക്വാളിറ്റികൾ കാണത്തില്ല. അതൊക്കെ വളരെ ഇതാണ്. ദിനീഷിൽ നിന്ന് പുറപ്പെട്ട വ്യക്തിക്ക് ആരംഭം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം തന്റെ മഹത്വം മറ്റൊരുത്തരും വിട്ടുകൊടുക്കുകയില്ല. തന്റെ മഹത്വം നിത്യമായി തന്നോടൊപ്പം തന്നിൽ തന്നെ ഉണ്ടായിരുന്ന പുത്രനായതുകൊണ്ടാണ് യേശു ക്രിസ്തു പുത്രനെ ഉയർത്തിയത്. അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നുമില്ലാതിരുന്ന നിർഭാഗ്യവാനായ പുത്രന് പിതാവ് ദാനമായിട്ട് കനിഞ്ഞു കൊടുത്ത ഒരു പദവിയല്ല. നിത്യമായി ദൈവത്വം ഉണ്ടായിരുന്ന പുത്രൻ തന്നെ തന്നെ താഴ്ത്തി, അതുകൊണ്ട് യേശുവിനെ ഉയർത്തി. അതിൽ ചില ആടപ്പൊക്കെ ഉണ്ടല്ലോ. ദിനീഷൻ ബ്രദറിന്റെ ആഡപ്സ് ഒക്കെ നമുക്ക് കളയാം, ബാക്കി നമുക്ക് നോക്കാം. ദൈവത്തിന്റെ മഹത്വം ആർക്കും കൊടുക്കുകയില്ല, യേശുക്രിസ്തുവിന് കൊടുത്തു. അതുകൊണ്ട് യേശുക്രിസ്തു പിതാവിന് തുല്യൻ എന്ന് പറയുന്ന താങ്കളുടെ വാദത്തെ ഞാൻ ഖണ്ഡിക്കുന്നു. കാരണം യേശുക്രിസ്തുവിന് കിട്ടിയ ദൈവത്വം നമുക്ക് മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഭാഗം ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, യോഹന്നാൻ 17. അതെന്താ താങ്കൾ കാണാത്തത്? അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന് കിട്ടിയ മഹത്വം യേശുക്രിസ്തു മനുഷ്യർക്ക് കൊടുത്തപ്പോൾ മനുഷ്യരും ദൈവം ആയി എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? വ്യക്തമായിട്ട് യേശുക്രിസ്തുവിനെ, കുഞ്ഞാടിനെയും ദൈവത്തെയും ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു പിതാവിന്റെ അതേ ദൈവത്വമുള്ളവനായി നിത്യമായി അതുകൊണ്ടാണ് ആ ആരാധന പുത്രൻ സ്വീകരിക്കുന്നത്. എന്നാൽ അവിടെ ആരാധിക്കപ്പെടുമ്പോൾ പുത്രനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഈ പുത്രൻ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് പുത്രന് മഹത്വം ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ആ മഹത്വം ദൈവത്തിനല്ലാത്ത മറ്റൊരാൾക്കല്ല വിട്ടുകൊടുത്തത്. നിത്യമായി തന്നോടൊപ്പം ഉണ്ടായിരുന്ന പുത്രനോടൊപ്പമാണ് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ആരാധിച്ചു എന്നവിടെ പറയുന്നില്ല. ക്രോണോസ്കോ എന്ന ഒരു ഒറ്റ വാക്കേ ഉള്ളൂ. അത് നമസ്കാരം, കുമ്പിടിൽ, സാഷ്ടാംഗം വീഴുക, വണക്കം, ഇതിനെല്ലാം ഗ്രീക്കിൽ ഉള്ള ഒരേ പദമാണ്. ആരാധന എന്നുള്ള ഒരു പദം അവിടെ പ്രയോഗിച്ചിട്ടില്ല. അത് വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാം. അത് തർജ്ജമ പിശകുകളാണ്. സദൃശന്മാരാകുന്നത് ഇവിടെ എല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിനെ പോലെ നാമും ആയിത്തീരും.
അവൻ ആദ്യജാതനാണ്, അവനെ പോലെ നാമുമായി തീരും. എന്നാൽ പിതാവായ ദൈവം താൻ മാത്രം അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ലിനു പാസ്റ്റർ ഇത്രയും നേരം പറഞ്ഞതിനെ പൂർണ്ണമായും ഞാൻ പിന്താങ്ങുന്നു. തീർച്ചയായും ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങൾ, കറതീർന്ന വാക്യങ്ങൾ തന്നെ ഉദ്ധരിച്ചാണ് അദ്ദേഹം ഇതുവരെ വിജയം വരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ എനിക്ക് അദ്ദേഹത്തോടൊരു വിയോജിപ്പുണ്ട്. യേശുക്രിസ്തുവിനെ പോലെ നമ്മളാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും യേശുക്രിസ്തു ഏകജാതനും ആദിജാതനും ദൈവത്തിന്റെ ഏകപുത്രനുമാണ്. എന്നാൽ നമ്മൾ ഫോസ്റ്റർ ചിൽഡ്രൻ, അതായത് ദത്തുപുത്രന്മാരും ദത്തുപുത്രിമാരും ആയിരിക്കും. അഥവാ നമ്മളൊരു മരുമകൾ സ്ഥാനത്തേക്ക് മാത്രമായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. യേശുക്രിസ്തുവിൻ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാലും ഒരു മരുമകളെ അല്ലെ ഒരു മരുമകനെ മകനെന്നോ മകളെന്നോ പറഞ്ഞാലും യഥാർത്ഥത്തിൽ മകനാകുന്നില്ല. അതേ ഒരു വ്യത്യാസം യേശുക്രിസ്തുവും നമ്മളും തമ്മിലുണ്ട്. എങ്കിലും നമുക്ക് ആ യേശുക്രിസ്തുവിലൂടെ ഉള്ള ആ പിതാവിലുള്ള ആ ഓഹരി നമ്മൾക്ക് ലഭിക്കും എന്നുള്ളത് സത്യമാണ്. യേശുക്രിസ്തുവിനുള്ള ഓഹരി നമുക്ക് എല്ലാവർക്കും കൂടി, എല്ലാ സകല മനുഷ്യർക്കും കൂടിയുള്ളൂ ലഭിക്കത്തുള്ളൂ. ദൈവം അമ്മ വിളിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലും. അതിന്റെ അർത്ഥം എന്താണ്? ആ അർത്ഥം തൃത്വ ഉപദേശത്തിനെ യേശുക്രിസ്തുവിനെ മാത്രമല്ല അനേകരെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വാദമേ അല്ല. സാധൂകരിക്കുന്നതും അതിലേക്ക് നയിക്കുന്നതുമാണോ? ഇതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി എനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. യേശുക്രിസ്തു സൃഷ്ടിയാണോ എന്ന് ഞാൻ ചോദിച്ചു. പ്രിയ ദേവദാസൻ അതിന് വ്യക്തമായൊരു മറുപടി എനിക്ക് തന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു വാഴയുടെ കുഞ്ഞ് വാഴയുടെ സൃഷ്ടിയാണെങ്കിൽ യേശുക്രിസ്തു സൃഷ്ടി തന്നെ. ഒരു വാഴയുടെ കുഞ്ഞ് സൃഷ്ടിയല്ല, വാഴയിൽ നിന്നുണ്ടായതാണെങ്കിൽ യേശുക്രിസ്തുവും അതുപോലെ സൃഷ്ടിയല്ല, പിതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. വ്യക്തമായ മറുപടിയില്ല. പറഞ്ഞു, ദൈവത്തിൽ നിന്നും ഉളവായവനെ ദൈവപുത്രൻ എന്നല്ലാതെ നമുക്ക് മനുഷ്യപുത്രൻ എന്നോ ഡിനീഷിന്റെ പുത്രനെന്നോ എന്റെ പുത്രനെന്നോ പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ പുത്രൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രനെ, ദൈവത്തിന്റെ ആഴങ്ങളെ പരിശുദ്ധാത്മാക്കൾ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ പിന്നെ പുത്രനെ കുറിച്ചൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് പാസ്റ്റർ വാദിക്കുന്നതെങ്കിൽ അത് പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. അല്ല, അത് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, സുവിശേഷകർ പറഞ്ഞിരിക്കുന്നത് ആണ്. കാരണം കൃത്യമായ ബൈബിൾ വചനങ്ങളാണ് അത്. പിന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദർശിപ്പിക്കുക എന്നല്ല, നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുക, പഠിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ള അതിനർത്ഥമുള്ളൂ. പുതിയ നിയമത്തിൽ വ്യക്തമായി പുത്രൻ ആരാണെന്ന് പറയുന്നത് തേജസ് കണ്ടു എന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു പ്രസ്താവനയുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ യെശയ്യാവ് കണ്ടത് യഹോവയായ ദൈവത്തെയാണ്. 6-ാം അധ്യായം. അങ്ങനെ യഹോവയായ ദൈവത്തെ അനേക പ്രാവശ്യം അനേകർ കണ്ടിട്ടുണ്ട്. ആ കണ്ടതെല്ലാം പുത്രനെ ആയിരുന്നു എന്നാണ് പുത്രൻ ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അപ്പോൾ ദിനേഷ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹോവയെ കണ്ടു, യേശുവിനെ കണ്ടു, ഇതെല്ലാം യേശുവിനെ ആയിരുന്നു, യഹോവയെ കണ്ടതും യേശുവിനെ ആയിരുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ ഈ യേശുക്രിസ്തു പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന്. അതിന്റെ അർത്ഥം യേശുക്രിസ്തു തന്നെ ദൈവമല്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ? താങ്കൾ സെൽഫ് കോൾ അടിച്ചു. എനിക്കതിൽ വളരെ സന്തോഷം. നമ്മൾ നോക്കുമ്പോൾ ഈ യെശയ്യാവ് കണ്ടത് യഹോവയായ ദൈവത്തെയാണ്. 6-ാം അധ്യായം. അങ്ങനെ യഹോവയായ ദൈവത്തെ അനേക പ്രാവശ്യം അനേകർ കണ്ടിട്ടുണ്ട്. ആ കണ്ടതെല്ലാം പുത്രനെ ആയിരുന്നു എന്നാണ് പുത്രൻ ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അത് ദൈവത്വത്തിന്റെ ഒരു പ്രത്യേകതയല്ല, മറിച്ച് പിതാവിനെ ആരും കണ്ടിട്ടില്ല. എന്നാൽ പഴയ നിയമത്തിൽ യഹോവ എന്ന നിലയിൽ കണ്ടത് മുഴുവൻ പുത്രനെയാണ്. അങ്ങനെയാണെങ്കിൽ യഹോവ ഏക ദൈവമെങ്കിൽ പുത്രൻ ഏക ദൈവം തന്നെയാണ്. പിതാവായിരിക്കുന്ന അതേ ഏക ദൈവം, എന്നാൽ പിതാവിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഏക ദൈവമല്ല. അത് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ 3 ദൈവങ്ങളല്ല, അവർ 2 ദൈവങ്ങളോ. വീണ്ടും പറയുന്നു, പഴയ നിയമത്തിൽ കണ്ടത് യഹോവ യേശുക്രിസ്തു ആണെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് അങ്ങയുടെ വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ആ യേശുക്രിസ്തു തന്നെയാണ് പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണോ? ഏകസത്യ ദൈവമാണോ? പറയുക. താങ്കളുടെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞു, പഴയ നിയമത്തിൽ കണ്ടതെല്ലാം, യഹോവയെ കണ്ടു എന്ന് പറഞ്ഞതെല്ലാം യേശുക്രിസ്തുവിനെയാണെന്ന്. ആ യേശുക്രിസ്തു പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന്. യോഹന്നാൻ പറയുന്നു, യേശുവിനോട് കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയ യോഹന്നാൻ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന്. ഇതൊക്കെ തികച്ചും വിരോധാഭാസങ്ങളല്ലേ? ഇനി
മോശ അഭിമുഖമായി കണ്ടു എന്നല്ല, മുഖാമുഖം, ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോഗമാണ്, ആലങ്കാരിക പ്രയോഗമാണ്. ഞാനിപ്പോ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തോട് അത്ര അടുത്തു എന്നേ ഉള്ളൂ, ദൈവത്തോട് അത്ര അടുത്തു എന്നേ ഉള്ളൂ മുഖാമുഖം എന്നുള്ള ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 1000 അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഈ ആരാധന ഇവിടെ ആരാധിച്ചു എന്നല്ല പറയുന്നത്, അവിടെയും താങ്കൾക്ക് തെറ്റിയിരിക്കുന്നു. ആരാധന എന്നൊരു പദം അവിടെ ഇല്ല. ഇതൊക്കെ ഒന്നൊന്നായിട്ട് നമ്മൾ പറയുമ്പോഴത്തേനും അത് ആർക്കും കൊടുക്കാവുന്ന ഒരു സംഗതിയാണ്. അത് മാനുഷികമായി താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. അല്ലാതെ അവിടെ ആരാധിച്ചു എന്നുള്ളൊരു വാക്കില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല. അതുപോലെ തന്നെ സൃഷ്ടിതാവാണ്, നിത്യനാണ്. പക്ഷെ ദൈവം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ദൈവത്തിന്റെ ഗുണങ്ങൾ, ദൈവത്തിന് ടൈറ്റസ് വർഗീസും പോൾ ഗോപാലകൃഷ്ണനും തിരുവട്ട കൃഷ്ണൻകുട്ടിയും ഒക്കെ ഇറക്കുമതി ചെയ്ത പ്രജാപതിയെ ഏതാനും വർഷങ്ങൾ കൊണ്ട് കെട്ടുകെട്ടിച്ച TS ബാലനും ജോൺസൺ C. വർഗീസും അഭിനന്ദനം അർഹിക്കുന്നു. എന്നാൽ നൂറ്റാണ്ടുകളായി നമ്മളിൽ കുടിയേറിയിരിക്കുന്ന ഈ ത്രിത്വം എന്ന ഈ പൈശാചിക സിദ്ധാന്തം നമ്മളിൽ നിന്നും കുടിയിറങ്ങിയാൽ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ തേജസ്സും ഓജസ്സും വിശ്വാസത്തിൽ ദൃഢതയും മറ്റു മതങ്ങളിലേക്ക് ചേക്കേറാനുള്ള പ്രവണതയും കുറയുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് ഞാൻ മഹത്വം പറയുന്നു. പ്രൈസ് ദി ലോർഡ്.